നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് വെസ്റ്റേൺ വെയർ കളക്ഷൻ ആണ് കേട്ടോ. വെസ്റ്റേൺ വെയർ എന്ന് പറയുമ്പോൾ അങ്ങനെ പക്കാ വെസ്റ്റേൺ വെയർ അങ്ങനത്തെ ടോപ്സ് അല്ല. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ട്യൂണിക് ടോപ്സ്, എ ലൈൻ ടോപ്സ്, ഷോർട്ട് ടോപ്സിൻ്റെയൊക്കെ കളക്ഷൻ കാണിക്കാവോ, ജീൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് പാൻസിൻ്റെ ഒപ്പമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, ഓഫീസ് വെയർ ആയിട്ടും കാഷ്വലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് ടോപ്സിൻ്റെ കളക്ഷൻ. നമ്മൾ വെസ്റ്റേൺ ടോപ്സ് എന്നൊക്കെ പറയുമ്പോൾ ക്രോപ്പ് ടോപ്സും അത്രയും ലെങ്ത് കുറഞ്ഞിട്ടുള്ള ടോപ്സൊന്നും കംഫർട്ടബിൾ അല്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഷോർട്ട് കുർത്തീസും ഇതുപോലുള്ള എ ലൈൻ ടോപ്സും ഒക്കെ ഇഷ്ടമുള്ള അങ്ങനത്തെ യൂസ് ചെയ്യുന്നവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. എന്തെങ്കിലും സെയിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് കാണിക്കാനുള്ളത് ഒരു എ ലൈൻ ടോപ്പാണ്. അതിന് മുന്നേ നാട്ടിലിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് കോട്ടൺ അല്ലാണ്ട് വേറൊരു ഫാബ്രിക്കിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമാണ്. ഞാൻ മാക്സിമം കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഷിഫോണാണ് കേട്ടോ, ബാക്കിയെല്ലാം പ്യോർ കോട്ടൺ ആണ്. പിന്നെ എല്ലാം ജനസിയ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ എടുത്തല്ല, പക്ഷേ എല്ലാം എടുത്തു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഞാൻ 5 എണ്ണം കാണിക്കുന്നതും ജനസിയ എന്ന് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ജനസിയ എന്ന് തന്നെയുള്ള ഒരു ഷോർട്ട് എ ലൈൻ ടോപ്പാണ്. ഇത് മീഡിയം ആണ് കേട്ടോ, സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം ആണ്. ഓക്കെ, നല്ല ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന പ്യോർ കോട്ടൺ, ഒരു 3/4 സ്ലീവ്സ് ഒക്കെ വരുന്ന, സ്ലീവ്സിൽ ഇതുപോലെ ഇലാസ്റ്റിക് വരുന്ന ഒരു ടോപ്പാണ്. ഫ്ലോറൽ പ്രിൻറ്റ് ആൻഡ് കോട്ടൺ എന്ന് പറയുന്നത് ബെസ്റ്റ് കോംബോ ആണ് ഈ ഒരു സമ്മറിൽ. യോക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ലേസ് ഒക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാം ജീൻസിൻ്റെ ഒപ്പമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ജീൻസിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാഷ്വലായിട്ട് നമുക്ക് പുറത്ത് പോകാനൊക്കെ യൂസ് ചെയ്യാവുന്ന, പ്രത്യേകിച്ച് ഈ സമ്മറിൽ യൂസ് ചെയ്യാവുന്ന ഒരു ടോപ്പാണ്. നെക്സ്റ്റ് വീണ്ടും മീഡിയം സൈസിൽ തന്നെ വരുന്നൊരു ഷോർട്ട് കുർത്തിയാണ്. ഇതും കോട്ടൺ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കളക്ഷനിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞത് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ഇതും ഫ്ലോറൽ പ്രിൻ്റാണ്, കുറച്ചുകൂടി വലിയ പ്രിൻ്റാണ്. ഓക്കെ, ഡാർക്ക് കളറിൽ വരുന്ന ഒരു ടോപ്പാണ്. സമ്മറിലൊക്കെ ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്ലിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇടാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത് പറയാനുള്ളത്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ബ്ലൂ ടോപ്പ് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സൈഡിൽ കാണിക്കുന്ന ആ ഒരു പിക്ചർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എനിക്കറിയില്ല ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന്. ഞാൻ ലിങ്ക് കൊടുക്കാൻ നോക്കുമ്പോൾ ചിലതൊക്കെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കൊടുത്തേക്കാം. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ എന്നറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം പോളിസ്റ്റർ മെറ്റീരിയലാണ്. നല്ല രസമുള്ള ഒരു ഡിസൈനും ആ ഒരു പ്രിൻറ്റും ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് എൻ്റെ ഈ ഒരു കളക്ഷനിലൊരു ഫേവറേറ്റ് എന്ന് പറയാം കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട്. ഇതും പ്യോർ കോട്ടൺ ഒരു ട്യൂണിക് ടോപ്പാണ്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. ഇതുപോലൊരു ലേസ് ബോർഡർ സ്ലീവ്സിലും അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഇവിടെയും വരുന്നുണ്ട്. നെക്കിൻ്റെ പാറ്റേണും ഒക്കെ നല്ല രസമുണ്ട്. ഇതും മീഡിയം സൈസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈനിങ് ഒന്നും വരുന്നില്ല, പ്യോർ കോട്ടൺ. ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് ടോപ്പ് ഒരു ഓഫ് വൈറ്റ് ടോപ്പായിരുന്നു, പക്ഷെ അതിപ്പോൾ കാണിക്കാനില്ല, ഞാൻ റിട്ടേൺ ചെയ്തു കേട്ടോ. കാരണം സൈസ് ഭയങ്കര ടൈറ്റായിരുന്നു, അത് കാരണം ഞാൻ റിട്ടേൺ ചെയ്തു. എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം, അതുപോലെ സൈഡിൽ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കൂ. അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ള ഒരു ടോപ്പാണ്. ഷിഫോൺ ഫാബ്രിക്കിൽ സെൽഫ് ഡിസൈൻ വരുന്ന സോളിഡ് ആയിട്ടുള്ള കുർത്താസ് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏതാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇതും വാങ്ങിയത് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. ഷിഫോൺ ഫാബ്രിക് ആണെങ്കിലും ഇടാൻ നല്ല സുഖമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വാങ്ങിയതാണ്. ബ്ലൂ ജീൻസിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഈ ഒരു പ്രശ്നം, സൈസിൻ്റെ ഒരു ഇഷ്യൂ. പിന്നെ മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം, വൈറ്റ് ആയത് കാരണം തന്നെ നന്നായിട്ട് നിഴലടിക്കും. നമ്മളൊരു ഇന്നർ എന്തായാലും ഇടണം, പക്ഷേ ഇട്ടാൽ തന്നെയും നന്നായിട്ട് നിഴലടിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. എനിവേസ് ഞാൻ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻ. ഞാൻ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം. ഏതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.